ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവൻ പീരി വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ചിക്കനിലോട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ തൈര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ 1 മണിക്കൂറായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള റൈസെല്ലാം വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ബിരിയാണിക്കുള്ള മസാല. ഇതിൽ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്, മല്ലി, ഏലക്ക, പിന്നെ ഒരു സ്റ്റാറ്, പിന്നെ വറ്റൽമുളക്, പിന്നെ ജാതിപത്രി, ജാതിക്ക, പിന്നെ നമ്മൾ കാജീരകം ഇട്ടിട്ടുണ്ട്, ചെറിയ ജീരകം, പെരുംജീരകം. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ പട്ട ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതാണ് നമ്മൾ ബിരിയാണിക്ക് മസാലയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ച് നമ്മൾ ബിരിയാണിയിലോട്ട് ചേർക്കും. ഇത് നമ്മൾ മസാലയ്ക്കുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ചിക്കൻ ചേർക്കാൻ പോവുകയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടാണ്. ഇതും കൂടെ ഇതിനകത്തോട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം. എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നേരത്തെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ച മസാല എന്ന് പറഞ്ഞില്ല, ആ മസാലയാണ് ഇത് പൊടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമുക്ക് ഇതിൽ 2 സ്പൂൺ ചേർക്കാം. നമ്മൾ ഈ ഒരു മസാല മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ. ചേർത്ത് നമുക്ക് കൊടുക്കും. അടച്ചു വയ്ക്കും. ഇത് മിക്സിയുടെ വേറൊരു ജാറിലോട്ട് കുറച്ച് തേങ്ങ അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് ഇതിലോട്ട് ചേർക്കാം. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ അരച്ച് മിക്സ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു കോൾ വന്ന് അങ്ങനെ വീഡിയോ കട്ടായി പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദം ചെയ്യാം. ഇനി നമുക്ക് ദം ചെയ്യാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചോറ് നമുക്ക് ചിക്കൻ
ഇതിൽ നമുക്ക് റൈസ് റൈസ് ഇട്ട് ഇട്ട് കൊടുക്കാം. കൊടുക്കാം. ഇത് പാലിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതാണ്. ഗൈസ് നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം. ഇപ്പോഴല്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്യണം. ബാക്കിയുള്ള ഉള്ളി കാഷ്യൂനട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.